സേതു ഗുഡ് മോർണിംഗ്. പ്രേക്ഷകർക്കും വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 2 ദിവസമായിട്ട് അത്യാവശ്യം ചിലയിടങ്ങളിലൊക്കെ മഴയൊക്കെ ലഭിച്ച ദിവസമാണ്. മാത്രമല്ല ഈ പദമഴ പോലുള്ള പ്രതിഭാസങ്ങളൊക്കെ നടന്നതാണ്. അത് ഞാൻ പറയാനുള്ള കാരണം എൻ്റെ നാട് തൃശ്ശൂരാണ്, തൃശ്ശൂർ കോടന്നൂരാണ്. അവിടെയാണ് ഈ ഒരു പദമഴ ഒരു പ്രതിഭാസം നടന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നൊരു 2 ദിവസമായിരുന്നു. ഇനി ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണ്, കൂടെ എടുക്കണോ വേണ്ടയോ, മഴയാണോ വെയിലാണോ എന്നൊക്കെ പരിശോധിക്കണം അല്ലേ. ഇന്ന് കേരളത്തിൻ്റെ മാപ്പ് പരിശോധിക്കുമ്പോൾ മുഴുവൻ ജില്ലകളും പച്ചയിലാണ്. അതായത് സംസ്ഥാനത്ത് നേരിയതോ മിതമായ മഴയ്ക്കോ സാധ്യതയുണ്ട്. പക്ഷേ പ്രത്യേക മുന്നറിയിപ്പോ നൽകിയിട്ടില്ല എന്നാണ് അർത്ഥം. ഈ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മഴയ്ക്കും, അതായത് മഴ മാത്രമല്ല കാറ്റുമുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇതിനോടൊപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനി വേറൊരു പ്രധാനപ്പെട്ട നിർദ്ദേശത്തിലേക്കാണ് പോകുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇനി മഴ മാത്രം പോലെ മഴയൊക്കെ ഉണ്ടെങ്കിലും ചൂടിന് ഒട്ടും കുറവില്ല. ഇനി നമുക്ക് ഓരോ ജില്ലയിലും താപനില കൃത്യമായി പരിശോധിക്കണം. ഏതൊക്കെ ജില്ലയിലാണ് ഉയർന്ന താപനില, കുറവ് താപനില എന്നൊക്കെ പരിശോധിക്കണം. നിലവിൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. 37 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് പാലക്കാട്. തൊട്ടു പിന്നാലെ കണ്ണൂർ ജില്ലയാണ്. 36 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. ഈ ശക്തമായ മഴയും ഇടിമിന്നലും കാറ്റും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ജാഗ്രത ഉള്ളതൊക്കെ നല്ലതാണ്. സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. അതായത് ഇടിമിന്നലിൻ്റെ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലുകളും അടച്ചിടുക. പരമാവധി ആ ഒരു ഘട്ടത്തിൽ ജനലിൻ്റെയും വാതിലിൻ്റെയും അടുത്ത് നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. തുറസായ സ്ഥലത്തും ടെറസിലും കളിക്കുന്നത് ഒഴിവാക്കുക. അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ കുട്ടികൾ കളിക്കുന്നതൊക്കെ പരമാവധി ഒഴിവാക്കണം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. മാത്രമല്ല ഈ വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് അധികൃതർ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ മിന്നലിൻ്റെ ആഘാതത്തിൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ മിന്നലേറ്റ ആൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ മറക്കരുത്. മിന്നലേറ്റാൽ ആദ്യം 30 സെക്കൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥ വിശേഷങ്ങൾ. സേതു.